ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നതേ, നമുക്ക് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും തയ്ക്കാൻ മാത്രം അറിഞ്ഞാലും നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാം. പൊതുവെ ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യാൻ അറിയില്ലായിരിക്കും, പക്ഷെ തയ്ക്കാൻ അറിയാവുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ. അതായത് ഷോപ്പുകളിലൊക്കെ തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് തയ്ക്കും. കാരണം നമ്മളിപ്പോ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതെല്ലാം മാർക്ക് ചെയ്ത് ഇപ്പൊ അതിന് വേണ്ട ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരുന്നാല് അവർക്കത് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അവർ എന്നുവെച്ചാൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ടാണല്ലോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോരോ ഭാഗത്തും എത്ര ഇഞ്ച് തയ്യൽ തുമ്പുണ്ട് അതെല്ലാം അടയാളപ്പെടുത്തിയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർക്കത് തയ്ക്കേണ്ട രീതി അറിഞ്ഞെന്നാല് ഒരു വരുമാന മാർഗം അവർക്കും ഉണ്ടാക്കാം. കാരണം ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയുവാട്ടോ, ഒരു ബ്ലൗസിന് ഇപ്പൊ 300 രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ തയ്ക്കുന്നവർക്ക് 100 രൂപ കൊടുക്കണം. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അവർക്കും ഒരു കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും അവർക്കും ഒരു വരുമാന മാർഗം അങ്ങനെ തയ്ക്കാൻ അറിയുന്ന കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ തയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്, എന്റെ അറിവിൽ തന്നെ ഒത്തിരി പേരുണ്ട്. കടകളിലൊക്കെ അങ്ങനെയാണ്. അതായത് കട്ട് ചെയ്യാൻ ആർക്കും അറിയില്ലായിരിക്കും, ചിലപ്പോൾ കട്ടിങ്ങിന്റെ ABCD പോലും അറിയില്ല, പക്ഷെ അവർ നന്നായിട്ട് തയ്ക്കും. കൊടുക്കുന്ന അതായത് ബ്ലൗസിൽ എന്തൊക്കെ ഭാഗങ്ങളാണ്, ചുരിദാറിൽ എന്തൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അവരങ്ങനെ നന്നായിട്ട് തയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ തയ്യലിന്റെ തുടക്കക്കാരൊക്കെ അയ്യോ പേടിയാണ് അങ്ങനെ പറഞ്ഞൊന്നും ഇരിക്കണ്ട. നമ്മള് ഇത് കണ്ട് തയ്ച്ചൊന്ന് പഠിച്ചെന്നാല് ഇപ്പൊ ഒത്തിരി പേർക്കൊക്കെ ജോലി ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അതുപോലെ നൈറ്റി ഒക്കെ വീട്ടില് ഇരുന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലിരുന്ന് നമുക്ക് തയ്ച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു നൂലടക്കം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. നൈറ്റിയുടെ ആണെങ്കിലും പിന്നെ നൈറ്റ് ഡ്രസ് ഒക്കെ ഇല്ലേ, ഷോർട്ട് ടോപ്പ് പാന്റ്, അതൊക്കെ തയ്ക്കാൻ നല്ല എളുപ്പമാണ്. അപ്പൊ തയ്ക്കാൻ അറിയാവുന്നവർക്ക് അത് അവരൊരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുമല്ലോ. അപ്പൊ അതുപോലെ അങ്ങ് തയ്ച്ചു കൊടുത്തിട്ട് അത് പീസ് വർക്കൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി നമുക്ക് വീട്ടിലിരുന്ന് തയ്ച്ചൊക്കെ കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. അപ്പൊ അവര് ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഒരു 5 ദിവസത്തേക്കുള്ള വർക്ക്, 6 ദിവസത്തേക്കുള്ള വർക്കൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഇപ്പൊ ഒരു ദിവസം ചിലപ്പോ അത്ര സ്പീഡ് ഉണ്ടാവില്ല. അങ്ങനെ തയ്ച്ച് സ്പീഡായി വരുമ്പോഴത്തേക്കും നമുക്കും ഒരു എന്റെ അറിവിൽ ഒരു 700 രൂപ വരെ വീട്ടിലിരുന്ന് അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നവരുണ്ട് ഡെയിലി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് അയ്യോ ബ്ലൗസ് ആണെങ്കിലും അയ്യോ എനിക്ക് പേടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമുക്കത് തയ്ച്ചു നോക്കാം. പിന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാലും മതി. എന്തൊക്കെ വേണം, ഇപ്പൊ ബ്ലൗസിലാണെങ്കിൽ എന്തൊക്കെ ഭാഗങ്ങൾ വേണമെന്ന് നമുക്ക് പെട്ടെന്ന്, ബ്ലൗസ് എന്ന് പറയുന്ന ഒരു ഇത്തിരി പോകുന്ന ഒരു സാധനമുള്ളൂ, പെട്ടെന്ന് തയ്ച്ചെടുക്കാം നമുക്ക്. കാരണം ചുരിദാർ എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉള്ളതാണ്, ബ്ലൗസ് അത്രയില്ല. തയ്ക്കുന്നവർക്ക് എളുപ്പമാണ് തയ്ക്കാൻ, പെട്ടെന്ന് തയ്ച്ചും കഴിയും. വലിയ ഇപ്പൊ നോർമൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ കേട്ടോ, സാധാരണ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് ബ്ലൗസ് ഇപ്പം ബ്ലൗസ് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും തയ്ക്കാനൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കത് ഇപ്പൊ ഞാനൊരു ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ തയ്ക്കുന്നതെന്ന് നോക്കാട്ടോ. അപ്പൊ ഞാനേ ഇവിടെ ഒരു നോർമൽ ബ്ലൗസ് 2x2 ഒരു നോർമൽ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നാലുണ്ടല്ലോ നമുക്കും ഇതുപോലെ നമുക്കും പറയാം, എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല പക്ഷെ തയ്ക്കാൻ അറിയാം, അപ്പൊ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഞാൻ തയ്ക്കും എന്ന് പറഞ്ഞാല് നമുക്കും ഒരു ജോലിയായിട്ടൊക്കെ കിട്ടുമല്ലോ. അത് നമുക്കും ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാം. കാരണം എന്ത് തയ്ച്ചാലും അതിന്റെ 1/3 ഒരു ഭാഗം തയ്യക്കാർക്കുള്ളതല്ലേ. അപ്പൊ നമുക്കും കിട്ടും. ഇപ്പൊ 600 രൂപയാണ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 200 രൂപ കിട്ടൂലേ. അപ്പൊ നമുക്കും തയ്ക്കാൻ അറിഞ്ഞിരുന്ന ചിലപ്പോ കട്ടിങ് അയ്യോ എനിക്ക് കട്ട് ചെയ്ത് വരുമ്പോഴാണ് തെറ്റി പോണത്, ആ ഒരു പേടി വേണ്ട, തയ്ക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ ഇവിടെ ഒരു നോർമൽ ബ്ലൗസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് എവിടെയൊക്കെയാണ് എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. ഇപ്പൊ ബ്ലൗസിലാണെങ്കിൽ ഇത് കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ 2x2 ബ്ലൗസ് ആണ് കേട്ടോ, ലൈനിങ് ഒന്നും ഇല്ല. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിലാണെങ്കിൽ നമുക്ക് ബാക്ക് പീസ് വരും. ബാക്ക് പീസിന് അപ്പൊ ഇങ്ങനത്തെ ഒരു പീസ് ഉണ്ടെങ്കിൽ ഇത് ഈ ബാക്കിൽ വരുന്ന പടി പീസാണ്. അപ്പൊ ബാക്കിൽ ഇത്രേ വരുന്നുള്ളൂ, കണ്ടോ, ഇത് വരും. പിന്നെ
ഫ്രണ്ട് പീസ് വരും. ഫ്രണ്ട് പീസിന്റെ കട്ടിംഗ് പീസ് ആണ് ഇത്. അപ്പൊ ഇതുപോലെ കട്ടിംഗ് പീസ് അവർ നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് തയ്ക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമുക്ക് തരുന്നത് ഇതേണ്ട പടി പീസാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഹുക്ക് പടി, അയിപ്പടി, പിന്നെ ദേ ക്രോസ് പീസ്, പിന്നെ നമുക്ക് സ്ലീവ്. കണ്ടോ, ബ്ലൗസിൽ ഇത്രയും ഭാഗങ്ങളെ വരുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പൊ ഇതെങ്ങനെയാ തയ്ക്കണമെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സ്ലീവ് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2x2 ബ്ലൗസിലാണ്, ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിലാണെങ്കിൽ ഇവിടെ മടക്കി നമ്മള് മടക്കി അതൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഇത് അകംവശമാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ മടക്കി നമ്മള് ഒരടിപ്പ് ഇങ്ങനെ അടിക്കും. അപ്പോൾ അവിടെ മടക്കി അടിക്കുമ്പോഴേ അതിന് വേണ്ട തയ്യൽ തുമ്പ് എത്രയാണെന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ, ഓരോ സ്ഥലത്തും. അപ്പോൾ എത്രയാണെന്ന് നമുക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ അത് പിന്നെ മനസ്സിലായിക്കോളൂ കേട്ടോ, അവരിടുന്നത്. അപ്പോൾ ഓരോ തയ്യൽക്കടയിലും ഓരോ രീതികളായിരിക്കും. അപ്പോൾ ദേ ഇങ്ങനെ ഞാൻ മടക്കി തയ്ച്ച് 2 അരികും കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ മടക്കി നമുക്ക് ഹെം ചെയ്യാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ തയ്ക്കാനുള്ള വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആ ഒരു അടിപ്പ് മാത്രം അടിക്കുക, അതോടുകൂടി 2 കൈയിൻ്റെയും ജോലി കഴിഞ്ഞു. മനസ്സിലായോ? വേറെ ഒന്നുമില്ല സ്ലീവിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഒന്ന് അടിച്ചിട്ട് മടക്കി പിന്നെ നമുക്ക് ഹെം ചെയ്യാനുള്ളതാണ് അവസാനം. കണ്ടോ? അപ്പോൾ ഈ മടക്കിയ ഭാഗങ്ങൾ അവസാനം ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൈ ഭാഗത്ത് തയ്ക്കാനായിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ കൈ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇതിപ്പോൾ ആർക്കായാലും തയ്ച്ചെടുക്കാമല്ലോ, നമുക്ക് മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി. കണ്ടോ, അത്രയും ഭാഗം കഴിഞ്ഞു. അപ്പോൾ കൈ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പീസ് അവർ തരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വെച്ച് കൊടുക്കേണ്ട പടി പീസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. കാരണം അത്ര നീട്ടത്തിൽ അത് കിട്ടാഞ്ഞുകൊണ്ടാണ്. ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേ ഇത്തിരി പീസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ കണ്ടോ, അതൊന്ന് ജോയിൻ ചെയ്തിട്ട് അത് നമ്മൾ നീട്ടിയെടുത്തിട്ട് ഇനി നമ്മൾ കൈ മടക്കിയില്ലേ അതുപോലെ അതിൻ്റെ ആ കഷ്ണത്തിൻ്റെ ഒരരികെ നമ്മളിങ്ങനെ അടിച്ചെടുക്കും കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ അത് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ആ ബാക്ക് പീസിൻ്റെ നല്ല വശം നമ്മൾ എടുത്തിടുക. കണ്ടോ, നല്ല വശമാണ് ഇപ്പോൾ തയ്ക്കേണ്ട വശം. അതിലേക്ക് അതിൻ്റെ നല്ല വശം ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ട് അത് നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അവിടെ തയ്ച്ച് ചേർത്ത് പിടിപ്പിക്കും. ഈ പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസിൻ്റെ പണി കഴിയും. കണ്ടോ, നമ്മൾ വിചാരിക്കുകയോ ബ്ലൗസ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ പേടിയും ടെൻഷനും ഒക്കെ തുടങ്ങും എല്ലാവർക്കും. ഒട്ടും പേടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ ബാക്ക് പീസിൽ അത് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരടിപ്പും കൂടി അടിക്കണം പതിച്ച്. അത് എവിടെയാണ് അടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചേർത്ത് വെച്ച തുണിയില്ലേ, ആ തുണിയാണ് നിവർത്തിയിട്ടിട്ട് ആ തുണിയുടെ അരികിലാണ് കേട്ടോ അടി വരുന്നത്, ബ്ലൗസിൻ്റെ വശത്തല്ല കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ബാക്കിൻ്റെ പണി. അത് കഴിഞ്ഞു. ഇപ്പം സ്ലീവിൻ്റെ പണിയും ബാക്ക് പീസിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കട്ടിങ് പീസാണ്. കട്ടിങ് പീസ് ഒരു 6 എണ്ണം ഉണ്ടാവും കേട്ടോ. ചിലവർ സ്റ്റിഫും കൂടി തരും കേട്ടോ ഇതിനെ കൂടിയിട്ട്. അതപ്പോൾ സ്റ്റിഫ് വെക്കേണ്ടത് അവരൊന്ന് കാണിച്ചു തരും. ചിലർ ഒട്ടിച്ചൊക്കെ ആയിരിക്കും തരേണ്ടത്. ഇതിലിപ്പോൾ സ്റ്റിഫൊന്നുമില്ല കേട്ടോ. അപ്പോൾ 6 പീസ് ഉണ്ടാവും. അപ്പോൾ 3 പീസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു പീസ് വെച്ചു, അതിൻ്റെ പുറത്ത് ഒരു പീസ് വെച്ചു. പിന്നെ അപ്പോൾ ഏറ്റവും നല്ല പീസാണ് കേട്ടോ നടുക്ക് ഭാഗം വരേണ്ടത്, നടുവിൽ. അതിൻ്റെ മുകളിൽ ഒരു നോർമൽ പീസ് വെച്ചു. എന്നിട്ട് ആ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം അടിയിലേക്ക് മറിഞ്ഞു പോകേണ്ടതാണ്. അതുകൊണ്ട് അവിടെ നമുക്കിപ്പോൾ ഈ നല്ല തുണി കിട്ടിയില്ല, ഒരു ലൈനിങ് തുണിയൊക്കെയാണ് കിട്ടിയെങ്കിൽ അതായാലും മതി. കാരണം അത് അടിഭാഗത്തേക്ക് പോവും. എന്നിട്ട് അവിടെയും നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒന്ന് അടിഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ കട്ടിങ് പീസിൽ അടി കേട്ടോ. കണ്ടോ, 2 കട്ടിങ് പീസിലും താഴെ ഭാഗം നമ്മളൊന്ന് അടിച്ചു കൊടുക്കും. താഴെ ഭാഗം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വെച്ചിരുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തയ്ക്കാൻ നേരത്ത് വെച്ചില്ല, അതുപോലെ തന്നെ വെച്ചിട്ട് ഇപ്പം അടിച്ച മേൽഭാഗത്തിൻ്റെ ആ വശം ഒന്ന് നമ്മൾ താഴേക്കിടും. കണ്ടോ, നോക്കിക്കോട്ടോ. 2 പീസിൻ്റെയും ഏറ്റവും മേളിലത്തെ പീസ് താഴേക്ക് ഇട്ടിട്ട് ഇനി അതിലേക്ക് അങ്ങ് പതിച്ചടിക്കും. ഇപ്പം ഇട്ട പീസിലേക്കാണ് കേട്ടോ അരികിൽ അടി വരേണ്ടത്, മറ്റേ പീസിലല്ല. കണ്ടോ, ഇനി
ഇതിൻ്റെ അടിപ്പ് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഇതിലും അടിക്കാനായിട്ട്. ഇനി ഇതൊന്ന് തേച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ അടിച്ച ഭാഗം താഴെയാക്കി തേച്ചെടുക്കുമ്പോൾ കറക്റ്റ് കട്ടിങ് പീസ് നമുക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് തയ്ക്കാനുള്ളത് ഫ്രണ്ട് പീസാണ്. അതിൽ നമുക്ക് ടക്കൊക്കെ അടയാളപ്പെടുത്തിയേ തരുള്ളൂ. അപ്പോൾ നമ്മൾ ടക്ക് ഇടാനൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മെയിൻ ടക്കാണ്. സെൻട്രൽ ടക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അവിടെ അവർ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, വരച്ചതൊക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ എത്രയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ സെൻട്രൽ ടക്കിന് ഒരു 2 അടിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഓരോ തയ്യൽക്കടയിലും ഓരോ രീതിക്കായിരിക്കും കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അവരെന്തായാലും നമുക്കൊന്ന് അവരുടെ ഒരു രീതി കാണിച്ചു തരുമല്ലോ, പിന്നെ നമുക്കൊന്ന് തയ്ക്കാനേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ ടക്ക് അടിക്കുക കേട്ടോ. ഈ ടക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പീസിലും ഇതുപോലെ തന്നെ അടിക്കണം കേട്ടോ. തുണിയുടെ നീളം കറക്റ്റായിട്ടൊക്കെ വരണം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ 3 ടക്ക് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി മറ്റേ വശത്തിൻ്റെ ഒരു ടക്ക് കൂടി നമ്മൾ ഇടാനുണ്ട്. ഇപ്പം ഞാനിട്ടില്ലേ ആ സൈഡിൽ ഒരു ടക്ക് ഇട്ടില്ലേ നമ്മുടെ ഹുക്ക് വശത്തിൻ്റെ അവിടെ നമ്മളിങ്ങനെ കറക്റ്റ് ഒന്ന് അളന്ന് പിടിച്ചിട്ട് മറ്റേ വശത്തും അതുപോലെ തന്നെ വേണം. അല്ലെങ്കിൽ ഹുക്ക് പടിയുടെ അവിടുത്തെ ടക്ക് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത്. അത് കയറി ഇറങ്ങിയിരിക്കാൻ പാടില്ല കേട്ടോ. റൈറ്റും ലെഫ്റ്റിലും ഒരുപോലെ തന്നെ വരണം. അത് ആ ഹുക്സിൻ്റെ ഭാഗത്തും അയുടെ ഭാഗത്തും ഒരുപോലെ നേരെ അത് വരണം. എന്നാലേ ഉള്ളൂ അത് പെർഫെക്റ്റായിട്ട് ബ്ലൗസ് ഇരിക്കുകയുമുള്ളൂ. ഹുക്സൊക്കെ തയ്ക്കുമ്പോഴേക്കും ആ ഒരു പോയിന്റിലാണ് ഹുക്സ് പിടിപ്പിക്കേണ്ടതും. അപ്പോൾ അത് കൃത്യമായിട്ട് വരണം. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അത് മേളിലും താഴെയായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തയ്ക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം. ദയാണ്ടോ ആ ടക്ക് ഒരുപോലെ ഒരേ അകലത്തിൽ വന്നെ കണ്ടോ. അപ്പോൾ 2 ടക്കും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 ടക്കും അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കട്ടിങ് പീസ് ചേർക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളുണ്ട്. അതിൽ 2 പടി പീസ് മാറ്റി വെച്ചിട്ട് ഇനി ക്രോസ് പീസ് നമ്മളൊന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ക്രോസ് പീസ് കോണോട് കോൺ ചേർത്ത് വെച്ചിട്ട് 2 എണ്ണം വീതം ഞാനങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കണ്ടോ, കോണോട് കോൺ ചേർത്ത് വെക്കണം കേട്ടോ. ഒരു കോൺ രീതിയിലാണ് ത്രികോണം സൈഡ് ഒരു കോണിച്ചാണല്ലോ നമ്മളത് വെട്ടുന്നത്. അപ്പോൾ കോണോട് കോൺ ചേർത്ത് വെക്കുമ്പോൾ ക്രോസ് പീസ് എളുപ്പത്തിൽ അടിച്ച് ആദ്യം 2 എണ്ണം അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. അല്ല ഇപ്പോൾ ക്രോസ് പീസ് എല്ലാം 2 എണ്ണം വെച്ചായി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നേരത്തെ വെച്ച പോലെ തന്നെ കോൺവശത്തോട് ചേർത്ത് അങ്ങനെ ഇതുണ്ടോ ആ രീതിക്ക് അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ക്രോസ് പീസ് അടിച്ച് കഴിയും. ഇപ്പം നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടോ, ആദ്യം ഒന്ന് വെട്ടാതെ എങ്ങനെയാണ് തയ്ച്ച് പഠിക്കുന്നതെന്ന്. തയ്ച്ച് പഠിക്കാന്നേ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കട്ടിങ് അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ തയ്ക്കാനൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ളവർക്കും നമുക്ക് തയ്ച്ചു കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണോ നിങ്ങൾ, പക്ഷെ കുറച്ചൊക്കെ തയ്ക്കാനും മെഷീൻ ചവിട്ടാനും അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്ലൗസ് എടുത്തിട്ട് ഫുൾ അഴിച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടുമല്ലോ. അതൊരു പേപ്പറിലേക്ക് നമ്മൾ അത് തന്നെ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെക്കണം. പേപ്പർ കട്ടിങ് എടുത്ത് വെക്കണം അതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2x2 തുണിയൊക്കെ വാങ്ങിച്ചിട്ട് ആ പേപ്പർ കട്ടിങ് വെച്ചിട്ട് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ തയ്ച്ചാൽ മതി. എളുപ്പമാണേ. ഞാനും ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ഞാൻ ഇതുവരെ തയ്യൽ ക്ലാസ്സിലൊന്നും പോയിട്ട് ബ്ലൗസ് പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം എൻ്റെ അമ്മയുടെ ഒരു ബ്ലൗസ് എടുത്ത് അഴിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തൊക്കെ വേറെ തുണിയിലൊക്കെ ഇങ്ങനെ പഠിച്ചത്. അന്നാണെങ്കിൽ ഇതുപോലെ കാണാൻ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ മനസ്സിലാക്കിയൊക്കെ എങ്ങനെയോ പഠിച്ചെടുത്തതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കാണാമല്ലോ. ഇപ്പോഴേ നമ്മൾ എല്ലാ ഭാഗങ്ങളും തയ്ച്ചതെല്ലാം ഞാനൊന്ന് തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ കട്ടിങ് പീസിൻ്റെ അടിച്ച വശം താഴെ പോയി കണ്ടോ. മേൽഭാഗത്ത് ഒരടിപ്പും വരില്ല, ഒറ്റ അടിപ്പ് പോലും മേൽഭാഗത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇത് തല തിരിഞ്ഞൊന്നും പോകരുത്, ഇങ്ങനെ തന്നെ വെക്കണം കണ്ടോ. എന്നിട്ട് 2 പീസും എടുത്ത് റൈറ്റും ലെഫ്റ്റും എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മറിച്ചിട്ട് ആ ഭാഗം അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ടൊന്ന് എടുക്കുവാണെങ്കിൽ ഇത് തിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. അറിയാവുന്നവർ അതുപോലെ ചെയ്യുമെന്ന് എനിക്കറിയാം. ആദ്യമായിട്ടൊക്കെ തയ്ക്കണവർക്ക്
ഇത് തിരിഞ്ഞു പോകാനും മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എനിക്ക് അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തിരുത്തിയല്ലേ പഠിക്കുന്നത്. നമ്മൾ അതൊന്ന് തെറ്റിപ്പോയാലേ നമുക്കത് അതെങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും. കണ്ടോ, ഇപ്പം നമ്മളത് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പം കട്ടിങ് പീസ് അതിലേക്ക് ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു അരയിഞ്ച് തയ്യൽ തുമ്പാണ് ഇടേണ്ടത്. ഈ ഭാഗത്തൊക്കെ 2 അടിപ്പ് വീതം ഇട്ട് കൊടുക്കണേ. 2 അടിപ്പ് വീതം ഞാൻ ഇടുന്നുണ്ട്. ഇപ്പതേ ഞാൻ കൃത്യമായിട്ട് തയ്ച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ കട്ടിങ് പീസ് വെച്ചത് 2 റൈറ്റും ലെഫ്റ്റും ഒരുപോലെ വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് അടിക്കുവാണ് ആ വശം. കാരണം ആ ടക്ക് പോയിൻറ്റും ആ കട്ടിങ് പീസും കറക്റ്റ് നേരെ ഇങ്ങനെ വേണം. കണ്ടോ, അപ്പോഴേ അത് ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹുക്സ് പോയിൻറ്റും ഐ പോയിൻറ്റും വരേണ്ട ഭാഗമാണ് കൃത്യം ആ നടുക്ക്. കണ്ടോ, അപ്പോഴേ ബ്ലൗസ് ഇടുമ്പോൾ ഇങ്ങനെ ചിലവരുടെ കണ്ടിട്ടില്ല, ആ ഭാഗത്ത് ഇങ്ങനെ ഹുക്സൊക്കെ ഇരുന്നാൽ തുറന്നൊക്കെ ഇരിക്കുന്നേ ഹുക്സ് ഭാഗമൊക്കെ. അപ്പം അങ്ങനെ തുറന്നിരിക്കാണ്ടിരിക്കണമെങ്കിൽ ആ ഭാഗത്ത് നമ്മളൊരു ഹുക്സ് പോയിൻ്റ് കൊടുക്കണം, ഐ പോയിൻറ്റും കൊടുക്കണം. അപ്പോൾ ഇതേ ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പടിപ്പീസാണ്. പടിപ്പീസിന് വേണ്ടി ഇങ്ങനെ കഷ്ണമൊക്കെ തരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഹുക്സ് പഠിക്കുന്നത് ഇങ്ങനെ 2 പീസ് ജോയിൻ ചെയ്തൊന്ന് എടുക്കുവാണ് കേട്ടോ. ഒറ്റ പീസായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തൊക്കെ എടുക്കണം. കാരണം ഇതൊക്കെ അകത്ത് പോകേണ്ട ഭാഗങ്ങളാണേ. എന്നിട്ട് ഇത് 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ശരിക്കും ഒന്ന് തേച്ചെടുത്താലും മതി. പക്ഷെ നമ്മളിപ്പോൾ തേക്കാത്തതുകൊണ്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാതെ. കണ്ട, 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഭാഗത്ത് എടുക്കുന്നത്. കണ്ട, ഇപ്പം നമുക്ക് ഹുക്സ് പടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണേ. കണ്ട, ഇനി അത് ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. റൈറ്റ് വശത്താണല്ലോ വലതുവശത്താണല്ലോ ഹുക്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഐ വെച്ച് കൊടുക്കാനുള്ള ഒരു പീസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും നീളം ഹുക്സ് പടിക്ക് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് കുറച്ചതാണേ. പിന്നെ ഐപ്പടിക്ക് ഒരു തുണിയുണ്ട്. അത് 2 ഇഞ്ച് വീതിയിലാണ്. കണ്ട, അത് ഹുക്സ് പടിയുടെ പടി നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് അകത്തോട്ട് മടക്കുന്നതെങ്കിൽ ഐപ്പടി നമ്മൾ അകത്ത് വെച്ചിട്ടാണ് പുറത്തേക്ക് മടക്കി പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയെടുക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ഹുക്സ് പടി അടിക്കാൻ പോവുകയാണ്, അതിലേക്ക് ചേർത്ത് വെക്കാൻ പോവുകയാണേ. അതെല്ലാം നമ്മളൊരു 1 ഇഞ്ച് വീതിയിൽ ആണ് കേട്ടോ. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ്. അപ്പോൾ അത് അവർ നമ്മളെ കാണിച്ചു തരുമല്ലോ ആദ്യം. ഇത് കണ്ടോ. ഇനി ഇത് നേരെ അകത്ത് വെച്ചിട്ടാണ്, മറ്റേത് പുറത്ത് വെച്ചിട്ടാണ് അടിച്ചെങ്കിൽ ഇത് നമ്മൾ ബ്ലൗസിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ തുണി ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ഇറക്കക്കുറവുണ്ട് കേട്ടോ ആ പീസിന്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കഷ്ണം തുണിയുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ജോയിൻ ചെയ്ത് അത് കുറച്ചുകൂടി ഒന്ന് നീട്ടിയെടുക്കുവാണേ. കാരണം നമുക്ക് മടക്കി അകത്തേക്കൊക്കെ കൊടുക്കണമല്ലോ ആവശ്യങ്ങൾ. കണ്ട, അപ്പോൾ കുറച്ചുകൂടി നീട്ടത്തിൽ നമുക്കവിടെ കിട്ടി. കറക്റ്റായിട്ട് മടക്കിയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കണേ. കണ്ട, ആ ഭാഗത്ത് നമ്മളിപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഹുക്സ് പടി ഇതിങ്ങനെ മാറി മാറി തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഹുക്സ് പടിയിൽ നമ്മൾ കുറച്ച് തുണി ഇങ്ങനെ നീട്ടി നിർത്തും. കാരണം അവിടെ മടക്കി വെച്ച് അകത്തേക്ക് പോകേണ്ട വശമാണത്. അതൊന്ന് പതിച്ചടിച്ചിട്ട് വീണ്ടും ഐപ്പടി അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് പതിച്ചടിക്കും. ഈ പതിച്ചടിക്കുന്നതൊക്കെ ആ പടിപ്പീസിലാണ് കേട്ടോ അടിപ്പ് വരേണ്ടത്, ബ്ലൗസിൻ്റെ വശത്തല്ല കേട്ടോ. ഇനി ഹുക്സ് പടിയിൽ ചെയ്യാനുള്ളത് ഇപ്പം നീണ്ടിരിക്കുന്ന വശം ഒന്ന് അകത്തേക്ക് മടക്കിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ച ആ പീസ് അകത്തേക്ക് മടക്കി നമ്മൾ അതിൻ്റെ അരികിലൊന്ന് അടിച്ചു കൊടുക്കും. ഇതോടുകൂടി ഹുക്സ് പടി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഐപ്പടിയിൽ നമ്മൾ കുറച്ചകത്തേക്ക് വെച്ചിട്ട്
മടക്കുമ്പോൾ ഫുൾ അകത്തേക്ക് മടക്കില്ല, അതിൻ്റെ നേർ പകുതി എടുത്ത് മടക്കും. കണ്ട, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കണം. നമ്മൾ ബ്ലൗസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിൻ്റെ പടി എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ അയ്യങ്ങ് വെച്ച് പോവാണ്. ഇതിൽ അയ്യൊക്കെ പിടിപ്പിച്ചിരിക്കാനായിട്ട് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തന്നെ അയ്യ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിൽ തന്നെ അങ്ങ് വെച്ച് പോവുകയാണേ. ഇങ്ങനെ തയ്ച്ച് പോയെന്നാൽ നമുക്ക് ആ പിടിപ്പിച്ചിരിക്കുന്ന സമയം പോകില്ലല്ലോ എന്നോർത്താണ് കേട്ടോ. വേണ്ട, ഇത്രയുള്ളൂ ഫ്രണ്ട് ഭാഗവും ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇത്തിരി അടോ കുറച്ച് നീളമല്ലേ ഉള്ളൂ ബ്ലൗസിന്, അപ്പോഴത്തേക്കും പെട്ടെന്ന് തയ്ച്ച് കഴിയും കേട്ടോ. അണ്ട് ഇപ്പോൾ ബാക്ക് കഴിഞ്ഞു, സ്ലീവ് കഴിഞ്ഞു, ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പടിപ്പീസിലെ ഒരടിപ്പിട്ട് കഴിഞ്ഞ് വീണ്ടും ഒരടിപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. രണ്ടടിപ്പ്, കാരണം അല്ലെങ്കിൽ ഹുക്സൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഒരടിപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തുറന്നൊക്കെ പോരും അത്. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ കട്ടിങ് പീസ് റൈറ്റും ലെഫ്റ്റും ഒരേ ഇതിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കണ്ടോ, പിന്നെ അതിന് മുകളിലത്തെ ടക്കില്ല ആ ഭാഗത്ത്, അതും ഒരേ ലെവലിൽ തന്നെ വരണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിലേക്ക് ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതോടുകൂടി ബ്ലൗസിൻ്റെ മുക്കാൽ ഭാഗം പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവും അറ്റാച്ച് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലൗസ് റെഡി ആയിട്ടോ. കണ്ടോ, ഇനി നമ്മൾ ഷോൾഡർ കൂട്ടുവാണ്. ഈ ഭാഗത്തൊക്കെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ ഇട്ട് പോകുന്നത്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ വരച്ചൊക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എളുപ്പമാണ് നമുക്ക്. ഇപ്പോൾ ഒരു ബ്ലൗസിന് 600 രൂപ വരെ മേടിക്കുന്ന ഷോപ്പുകളുണ്ട് ഇവിടെ എറണാകുളത്തേക്ക് കേട്ടോ. അപ്പം നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 3-4 ബ്ലൗസൊക്കെ ചെയ്യാലോ. അതിൽ കൂടുതൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ക്രോസ് പീസില്ലേ അത് കുറച്ച് പുറത്തേക്ക് തള്ളി നിർത്തിയിട്ട് ബാക്കി ഭാഗം ഒരു 1/4 ഇഞ്ച് അകലത്തിൽ, 1/4 ഇഞ്ചല്ല, അവിടെ ശരിക്കും നമുക്ക് ആ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ഒരു ഭാഗമില്ലേ അതിൻ്റെ അളവിലാണ് കേട്ടോ അതിങ്ങോട്ട് തയ്ച്ച് പോരുന്നത്. അപ്പോൾ ആ കറക്റ്റ് അളവിൽ ഇങ്ങോട്ട് തയ്ച്ച് പോരാൻ നമുക്ക് പറ്റും. ആ ലെവൽ കീപ്പ് ചെയ്ത് വേണം നമ്മൾ പോരാൻ. ആ പ്രഷർ ഫൂട്ടിൻ്റെ ഒരു 2 വശങ്ങളുണ്ടല്ലോ, അതിലൊരു വശം കീപ്പ് ചെയ്ത് ഇങ്ങ് പോകുന്ന അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അധികം നമ്മളിതിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അത് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആ പ്രഷർ ഫൂട്ടിൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് എടുത്ത് പോരുന്നത്. ഇപ്പോൾ ഇതേ ക്രോസ് പീസ് നല്ല വശവും ചേർത്താണ് കേട്ടോ വെക്കേണ്ടത്. കണ്ടോ, അപ്പോൾ അത് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്തു. ഇനി അതിൻ്റെ അകം ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, തയ്ച്ച ഭാഗം മുറിഞ്ഞു പോകരുതേ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാ വശവും വെട്ടിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം അകത്തേക്ക് മടക്കി, ഇപ്പം നമ്മൾ ആ പ്രഷർ ഫൂട്ടിൻ്റെ അളവെടുത്തില്ലേ അത്രയും ഭാഗം പുറത്തേക്കൊന്ന് തള്ളി നിർത്തി ബാക്കി ഭാഗം അകത്തേക്ക് മടക്കിയെടുക്കുക. കാരണം ആ ഭാഗം നമുക്ക് ഹെം ചെയ്യാനുള്ളത്. കണ്ട, അത്രയും തള്ളി നിർത്തിയിട്ട് ഇനി അടിപ്പ് ആ ക്രോസ് പീസിലാണ് കേട്ടോ വരേണ്ടത്. എന്നിട്ട് ഈ ഭാഗം നമ്മൾ അകത്തേക്ക് വെച്ച് ഹെം ചെയ്തെടുക്കും കേട്ടോ. നമ്മൾ തയ്ച്ചാണ് കേട്ടോ തയ്ക്കാനുള്ള പേടിയൊക്കെ മാറ്റിയെടുക്കുന്നത്. പേടിയാണെന്ന് പറഞ്ഞ് തയ്ക്കാതിരുന്ന പേടി മാറത്തില്ല. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ തയ്ച്ച് വരുമ്പോഴുണ്ടല്ലോ നമുക്കും പെർഫെക്റ്റ് ആയിട്ടൊക്കെ തയ്ക്കാൻ പറ്റും. തയ്ച്ചാണ് കേട്ടോ നമുക്ക് പെർഫെക്ഷൻ കിട്ടുന്നത്. അല്ലാതെ തയ്ക്കാതെ ഇരുന്നിട്ട് നമ്മൾ ഒരെണ്ണമെടുത്ത് തയ്ക്കുമ്പോൾ അയ്യോ അതങ്ങനെ എനിക്കങ്ങനെ തയ്ക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ പോലെ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. തയ്ച്ച് ഞാനും ഇങ്ങനെ എൻ്റെ ആ തുടക്ക സമയത്തൊക്കെ ദൈവമേ എനിക്കിങ്ങനെ പറ്റുമോ, എനിക്ക് എല്ലാവരെ പോലെ നന്നായിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനും ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ തയ്ച്ച് വരുമ്പോഴേക്കും നമ്മൾ പിന്നെ അതെല്ലാം എക്സ്പേർട്ട് ആയിക്കോളും. അപ്പോൾ എല്ലാവരും തയ്ച്ചൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. തയ്ക്കാതെ ഇരുന്ന് ഇങ്ങനെ കണ്ടു പഠിച്ചാലുണ്ടല്ലോ ഒന്നും മനസ്സിലാകത്തില്ല. തയ്ച്ച് നോക്കണം. ഇപ്പോൾ ആ ക്രോസ് പീസിൻ്റെ ബാക്കി വശം അകത്തിരിക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൗസ് കട്ടായി പോകരുത്. കത്രിക വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഈ ഭാഗത്തൂടി ഓടിക്കാനായിട്ട്. ഒന്ന് നോക്കണേ.
ഞാൻ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും എൻ്റെ കത്രിക ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്ലൗസിൻ്റെ തുണിയിൽ കൊള്ളുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. വേണ്ട, ഇപ്പം നമ്മൾ അധികം വന്ന ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ഭാഗം നമുക്ക് അകത്തേക്ക് വെച്ച് ഹെം ചെയ്യാനുള്ളതാണ്. നേരെ മടക്കി അകത്തേക്ക് ഇങ്ങനെ ഹെം ചെയ്ത് വെക്കും. വേണ്ട, ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ പണി. ഇതോടുകൂടി ബ്ലൗസ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൈയിൻ്റെ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇത്തിരി അടിപ്പൊന്ന് വിട്ടു പോയായിരുന്നു, അത് ഞാൻ ഒന്നുകൂടി അടിച്ചതാണ്. ഇനി ഫ്രണ്ട് നോക്കിക്കോട്ടെ, ഞാൻ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആ കുഴിവെള്ള വശം. അപ്പോൾ കണ്ടോ, ഒരു വശം കറക്റ്റായിട്ട് എടുത്താൽ മറ്റത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂല്ലോ, പിന്നെ ഒരു കയ്യല്ലേ ഉള്ളൂ. കണ്ടോ, ഇത് നമ്മൾ അതിലേക്ക് അരയിഞ്ച് ക്യാപ്പിലൊന്ന് തയ്ച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പീസ് വർക്കൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നൈറ്റിയൊക്കെ വീട്ടിലിരുന്ന് തയ്ക്കാൻ കിട്ടുമെന്നൊക്കെ, അതൊന്ന് മുഴുവനായി, അതായത് ഒരു നൈറ്റ് ഒരാൾ മുഴുവനായിട്ട് തീർക്കണമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഓരോ ഭാഗങ്ങൾ തയ്ച്ചു കൊടുത്താൽ മതിയായിരിക്കും. ചിലവർക്ക് സ്ലീവ് പോർഷനായിരിക്കും, ചിലവർക്ക് നെക്ക് പോർഷനായിരിക്കും, പിന്നെ നെക്കും സ്ലീവും കൂടി ജോയിൻ ചെയ്യാനായിരിക്കും ചിലവർക്ക് കിട്ടുന്നത്, ചിലവർക്ക് പ്ലീറ്റഡ് ഭാഗമായിരിക്കും, ചിലവർക്ക് താഴെ മടക്കി അടിക്കാൻ മാത്രം. അപ്പോൾ തീരെ അറിയാൻ പാടില്ലാത്തവരൊക്കെ മടക്കി അടിക്കാൻ മാത്രം, അതെന്തായാലും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയും തയ്ക്കുന്നവരുണ്ട് കേട്ടോ, ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക്. അപ്പോൾ അവർക്ക് ഒരു പീസിന് ഇത്ര രൂപ വെച്ചിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതിങ്ങനെ നമ്മൾ താഴെ ഭാഗം അങ്ങ് മടക്കി അടിച്ച് കൊടുത്താൽ മതി. അതുപോലെ ഇങ്ങനെ ബ്ലൗസ് ഹെമ്മിങ് ചെയ്യാൻ അതൊക്കെ പഠിച്ചിരുന്നാൽ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ മറ്റേ സ്ലീവും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ രണ്ടടിപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, താഴേന്ന് സ്ലീവ് ഭാഗം വരെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴെ ഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പും അവിടെയൊക്കെ കൃത്യമായിട്ട് വരച്ച് തന്നിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു വരയിൽ കൂടി തന്നെ അങ്ങ് അടിച്ച് പോയിട്ട് അപ്പുറത്തേക്ക് ഒരു 3 അടിപ്പോ 2 അടിപ്പോ 3 അടിപ്പോ 4 അടിപ്പോ അത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 അടിപ്പെങ്കിലും ഈ അടിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ. അതും ഒരു പ്രഷർ ഫൂട്ട് അകലത്തിലുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ അകലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഇച്ചിരി ബ്ലൗസ് ഒന്ന് വണ്ണം കൂട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയൊക്കെ കസ്റ്റമർക്ക് തന്നെ അയച്ചെടുക്കാമല്ലോ. അപ്പോൾ 2-3 അടിപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആണ് സൈഡ് നമ്മൾ കൂട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ പണി എന്ന് പറയുന്നത്. കണ്ട, ഈ വീഡിയോ അതിൽ കാണുന്ന അത്ര സമയം എടുത്തുള്ളത്. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്ച്ച് കഴിയും. പിന്നെ നമുക്കിതിൽ വരുന്ന പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യലാണ്. അത് നമ്മൾ ഹെമ്മിങ് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കൈയുണ്ട്, പിന്നെ കഴുത്ത് ഭാഗം ഹെം ചെയ്യാനുണ്ട്, പിന്നെ ബാക്കിലൊരു പടിപ്പീസ് ഉണ്ട്, പിന്നെ ഹുക്സ് പിടിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ ബ്ലൗസ്. കണ്ട, ഇതെല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം. ഇപ്പം ഒട്ടും അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലൗസ് കയ്യിലുള്ളത് ഒരെണ്ണം ഫുൾ അഴിച്ചിട്ട് അതിൻ്റെ പീസ് ഉണ്ടല്ലോ, പീസ് വെച്ച് വേറൊരു തുണിയിലേക്ക് എടുത്ത് വെട്ടിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണമെന്നേ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. നമ്മൾ തന്നെയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ആരോട് സമാധാനമൊന്നും പറയണ്ടല്ലോ, ഇത്തിരിയൊക്കെ ചീത്തായി പോയാലും.
എന്തായാലും ഫ്രണ്ടിൽ നമുക്ക് കട്ടിങ് പീസ് മാത്രമേ ഉള്ളൂ ഇത്തിരി മിസ്റ്റേക്കൊക്കെ വരുള്ളൂ, ബാക്കി എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കട്ടിങ് പീസിൻ്റെ ഭാഗം സാരി പറയുന്നതുകൊണ്ട് അതങ്ങനെ കാണത്തൂല. അപ്പോൾ നമുക്ക് ബാക്കും സ്ലീവും നെക്കും ഒക്കെ കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കുള്ള മിസ്റ്റേക്ക് പതിയെ പതിയെ കറക്റ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാനൊന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ലീവ് ഭാഗമുണ്ട്, പിന്നെ നെക്ക് ഭാഗമുണ്ട്, പിന്നെ ഉള്ളത് താഴെ ഭാഗത്ത് പടിപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ ഹെം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് മാച്ചിങ് നൂല് തന്നെയൊക്കെ ഇടണം. ബ്ലൗസിൽ അടിപ്പ് കാണുന്ന വശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെമ്മിങ്ങിൻ്റെ നൂലിഴയാണ് കാണുന്നത്, ബാക്കി ഒരൊറ്റ അടിപ്പും കാണില്ല. പിന്നെ കാണുന്നത് ഹുക്സിൻ്റെ അവിടുത്തെ പടിയുടെ അവിടെ ഒരടിപ്പ് മാത്രം പുറത്ത് കാണുള്ളൂ, വേറൊരു ഒറ്റ അടിപ്പും ബ്ലൗസിൽ പുറത്ത് കാണത്തില്ല. ഹെമ്മിങ്ങിൻ്റെ ആ ഒരു ഇത് മാത്രം കാണത്തുള്ളൂ. അപ്പം നൂല് കറക്റ്റായിരിക്കണം കേട്ടോ, ഹെം ചെയ്യുന്ന നൂല് കറക്റ്റ് കളറായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് പീസ് ഉണ്ട് കണ്ടോ, അപ്പോൾ അടിപ്പീസ് അവിടെയും ഒന്ന് ഹെം ചെയ്തെടുക്കണം. ഇപ്പോൾ സ്ത്രീകൾക്ക് മിക്കവർക്കും കുട്ടികളൊക്കെ ചെറുതായിട്ട് പുറത്തൊന്നും തയ്ക്കാനൊന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അവർക്ക് വീട്ടിൽ തന്നെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്ച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ പീസ് വർക്ക് ജോലികളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ തയ്ച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഹെം ചെയ്ത് തരാം, അല്ലെങ്കിൽ ഹുക്സ് പിടിപ്പിച്ച് തരാം, അല്ലെങ്കിൽ ഇങ്ങനെ തയ്ച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ചിലപ്പോൾ തന്നയക്കും. ഇപ്പോൾ ഒരു ദിവസം 2-3 ബ്ലൗസ് കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് അത് ചെയ്ത് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് കണ്ടെത്തിയാൽ നമുക്ക് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ പണി എന്ന് പറയുന്നത്. ഹുക്സ് ഞാൻ പിടിപ്പിച്ചില്ല കേട്ടോ, എൻ്റെ കയ്യിലെ ഹുക്സ് ഉണ്ടായിരുന്നില്ല, അതിന് വാങ്ങിയിട്ട് വേണം എനിക്ക് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്ച്ചൊക്കെ നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കണ്ട് പഠിക്കണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ആ ഭാഗം മനസ്സിലായില്ല, അതൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം മാത്രമായിട്ട് തയ്ക്കേണ്ട രീതിയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ പണി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ചൊക്കെ നോക്കണം. ഇതുപോലെ തന്നെയാണ് ചുരിദാറും പിന്നെ ചെറിയ ചെറിയ ഫ്രോക്കുകൾ, അതൊക്കെ നമ്മൾക്ക് തയ്ക്കാൻ അറിഞ്ഞിരുന്നാൽ നമുക്കൊരു ഷോപ്പിൽ ചെന്നിരുന്നാൽ കട്ട് ചെയ്യണമെന്നില്ല, തയ്ക്കേണ്ടത് അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തൊക്കെ തരും. അപ്പോൾ നമുക്കും തയ്ച്ച് കൊടുക്കാവേ.